തൃക്കരിപ്പൂരിൻ്റെ അഭിമാന സ്തംഭമാണ്, വിദ്യാഭ്യാസ ഗോപുരമാണ് തൃക്കരിപ്പൂർ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. അത് മർഹൂം VPP മുഹമ്മദ് കുഞ്ഞി പട്ടേലർ സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിനെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ അവഗണിച്ച് പോവുകയാണ്. അവിടെ ഉയർന്ന കെട്ടിടങ്ങൾ വരണം, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകണം, ആ ക്യാമ്പസിൽ ഉന്നത വിദ്യാഭ്യാസങ്ങൾ പോലും നേടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അവിടെ VHSC ഒക്കെ ഉണ്ടെങ്കിലും അത് ഒന്നുകൂടി അതിനെ മാറ്റുകൂട്ടി അതിന് കൂടുതൽ പരിപോഷിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുപാട് വരാനുണ്ട്. ആധുനിക സൗകര്യങ്ങൾ വരേണ്ട കാലം അതിക്രമിച്ചു. ഉയർന്ന കെട്ടിടങ്ങൾ വരണം. അവിടെ ക്യാമ്പസ് മനോഹരമായ ക്യാമ്പസാക്കി മാറ്റണം. ആ ക്യാമ്പസിൽ ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും അവിടെ വേണ്ടത്ര വന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം. എത്ര വർഷങ്ങളായിട്ടുള്ള തൃക്കരിപ്പൂർ ഹൃദയഭാഗത്തല്ലേ ആ സ്കൂൾ നിലനിൽക്കുന്നത്. എത്ര വിദ്യാർത്ഥികളവിടെ പഠിച്ചിറങ്ങിപ്പോയി. എന്നിട്ടും ആ സ്കൂളിനൊരു മാറ്റം വരുത്താൻ ഇന്നും സാധിച്ചിട്ട് വേണ്ടത്ര മാറ്റം വരുത്തുന്നില്ല എന്നല്ല, കാലങ്ങളായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ആ ക്യാമ്പസ് അങ്ങനെ പോരാ. അത് വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് അതിനെ കൊണ്ടുപോകണം. അതിൻ്റെ ശേഷം പരിസരങ്ങളിലൊക്കെ എത്ര സ്കൂളുകൾ വന്നു. ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം നോക്കിയാൽ എവിടെയാണ് കൂടുതൽ? മറ്റു സ്കൂളുകളിലുള്ള കുട്ടികളാണ് കൂടുതൽ. തൃക്കരിപ്പൂരിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ പ്രദേശത്തുള്ള കുട്ടികളും പഠിച്ചത് ഈ സ്കൂളാണ് ഒരു കാലത്ത്. ഇതൊരു തൃക്കരിപ്പൂരിൻ്റെ വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു. അതിന്ന് മാറുകയാണ്. അത് മറ്റു പലരും അതിനെ അവരവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ മറ്റു സ്ഥലത്ത് വരണ്ടെന്നല്ല, എല്ലാ സ്ഥലത്തും വരണം. ആ വരുന്നതോടൊപ്പം തന്നെ ഇതിന് അവഗണന ഉണ്ടാകാൻ പാടില്ല, ഇത് പുറകോട്ട് പോകാൻ പാടില്ല. തൃക്കരിപ്പൂരുള്ള ഈ സ്കൂള് എന്തുകൊണ്ടും എല്ലാ മതവിഭാഗങ്ങളും പഠിക്കുന്ന ഒരു മനോഹരമായ ക്യാമ്പസാണിത്. ഇവിടെ എല്ലാ വിദ്യാർത്ഥികളുണ്ട്. രാഷ്ട്രീയം ഉള്ളവനും അല്ല മതം ഉള്ളവനും ഇല്ലാത്തവനും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും, ഉയർന്നവരും താഴ്ന്നവരും, കഴിവുള്ളവരും കഴിവില്ലാത്തവരും എല്ലാവരും പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. ഇവിടെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് പഠിച്ച ഒരു നല്ല വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു. ഒരുപാട് മികവുറ്റ കഴിവുള്ള ആളുകൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്കൂൾ ഇപ്പോഴും അതേ അവസ്ഥയിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ അത് ഭരണാധികാരികൾ അതിന് വേണ്ടത്ര പരിഗണന ഇല്ല എന്നതാണ്. അപ്പം പുതിയ MLAക്ക് അതിലൊക്കെ ദൗത്യമുണ്ട്, അതിലൊക്കെ വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അദ്ദേഹം അങ്ങനെ ദീർഘദൃഷ്ടിയോടെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം മുൻകൈയെടുക്കും. ഈ സ്കൂളിന് നല്ലൊരു മാറ്റം ഉണ്ടാക്കുമെന്നാണ് നമുക്ക് പ്രത്യാശിക്കാൻ കഴിയുന്നത്. ഏതായാലും എല്ലാ രംഗത്തും ആ സ്കൂളിന് സൗകര്യങ്ങൾ കൂടുതലാണ്. അവിടെ സ്പോർട്സ് കാര്യങ്ങളിലും ഫുട്ബോളിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് ഗെയിംസുകളും എല്ലാം തൃക്കരിപ്പൂർ സ്കൂളിൽ വളരെ സജീവമായിട്ട് നടന്നതാണ്. ഒരുപാട് ഫുട്ബോൾ താരങ്ങളെ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ തൃക്കരിപ്പൂർ ഹൈസ്കൂള്. അവിടെ പഠിച്ചു വളർന്ന ഒരുപാട് കുട്ടികൾ, മുഹമ്മദ് റാഫി അടക്കമുള്ള പലരും അവിടെ നിന്ന് പഠിച്ച് പുറത്തു വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിന് അവഗണന ഉണ്ടാകാൻ പാടില്ല. ആ സ്കൂളിൻ്റെ ഗേറ്റുകൾ, അതുപോലെ ഗേറ്റ് കുറച്ച് അവിടെ ഭംഗിയാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മതിലുകൾ തകർന്നതൊക്കെ നേരെ കെട്ടി അതിനെ തേച്ച് അവിടെയൊക്കെ മനോഹരമായ നല്ല രീതിയിൽ അതിനെ ക്രമീകരിച്ച് സംവിധാനിക്കണം. അതുപോലെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റി പുതിയ രീതിയിൽ 3-4 ഒക്കെ നിലകളിലേക്ക് ഉയർത്തി എത്രയും കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ആധുനിക സൗകര്യങ്ങൾ ഒരുക്കണം. പുതിയ പഠന രീതികൾ അവിടെ വരണം. AI സംവിധാനങ്ങൾ വരണം. അതുപോലെ ടച്ച് സ്ക്രീനുകളുള്ള ബോർഡുകൾ വരണം, പാനൽ ബോർഡുകൾ, ഇതൊക്കെ വരണം. നമ്മുടെ തൃക്കരിപ്പൂർ സ്കൂള് അങ്ങനെ ബാക്കോട്ട് പോകേണ്ട സ്കൂളല്ല. അത് സംസ്ഥാനത്ത് തന്നെ നമ്പർ 1 വരേണ്ട സ്കൂളാണ്. നിലവാരം ഉള്ള സ്കൂളായി വരണം. നല്ല കഴിവുള്ള അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കുന്നത്. കാലങ്ങളായിട്ട് അവിടെ പഠിപ്പിക്കുന്നവരൊക്കെ നല്ല കഴിവുള്ളവരാണ്. പക്ഷേ അവർക്കൊക്കെ ഒരു പരിമിതിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് നാട്ടിലുള്ള എല്ലാവരും സജീവമായി രംഗത്തിറങ്ങി എല്ലാവരുടെ മനസ്സിൽ അതിനെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉണ്ടാകണം. അതൊക്കെ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് ആ മാർഗങ്ങളിലൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി MLA അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതർ എല്ലാവരും ആ വിഷയത്തിൽ
മുൻകൈ എടുക്കണം എന്നാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.